ഇത് ഇന്നൊരു വിഷു ദിവസമാണ് ഗൈസ്. നമ്മൾ വിഷു ആണ്. അപ്പം ഞങ്ങളുടെ ഫാമിലിയുടെ വിഷു ആശംസകൾ നേരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും. അല്ലേ 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 അല്ലേ? അപ്പോൾ ഗൈസ് ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോവാണ്. ഞാൻ ലാച്ചിയാണ് ഗൈസ്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ്. ഇന്നൊരു നല്ല ദിവസമായിട്ട് നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകുന്നു ഗൈസ്. ഏത് അമ്പലത്തിലാണെന്ന് ചോദിച്ചാൽ മുള്ളിക്കുളങ്ങര പോകുന്നുണ്ട്, പല്ലാരിമംഗലത്തിൽ പോകുന്നുണ്ട്, വസൂരിമല പോകുന്നുണ്ട്, പുത്തനമ്പലത്തിലും പോകുന്നുണ്ട്. പുത്തനമ്പലം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സൈഡ് മറ്റേ റൈറ്റ് സൈഡിലോട്ട് പോകുന്നിടത്താണ് പുത്തനമ്പലം. നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നതാണ് വസൂരിമല. നമുക്ക് എന്തുവാ മുള്ളിക്കുളങ്ങര ഇച്ചിരി പോകണം കേട്ടോ, പല്ലാരിമംഗലം ഇച്ചിരി പോകണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇവിടെ 2 പേരെടുത്താണ് പോകുന്നത്, എന്നിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇനി അറിയത്തില്ല, സമയം ഉണ്ടെങ്കിൽ നമ്മൾ ആ അമ്പലത്തിൽ പോകത്തുള്ളൂ, ഇല്ലേ ഈ 2 അമ്പലത്തിൽ പോയിട്ട് ഇങ്ങ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഞങ്ങൾ ഒരുക്കിയ വിഷുക്കണി കാണിച്ചു തരാം ഗൈസ്. നമുക്ക് കാണാൻ പോവാം ഗൈസ്. ഇതാണ് ഞങ്ങളുടെ വിഷുക്കണി. ഉണ്ണിക്കണ്ണനെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ടുണ്ട് ഗൈസ്. വിളക്കൊക്കെ കത്തിച്ച് കണിക്കൊന്നയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് അരിക്കകത്ത് നാണയമൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പട്ടൊക്കെ വെച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് ഈ പ്രാവശ്യത്തെ കണി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. തനുവിനും ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞ്. ഇത് നമ്മുടെ ഗാർഡനിൽ ഉണ്ടായതാണ് ഗൈസ്. നമ്മുടെ പേരയ്ക്ക് നമ്മുടെ ഗാർഡനിൽ തന്നെ ഉള്ള സാധനങ്ങളാണ്. ഇതൊക്കെ വാങ്ങിച്ചാണ് കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ കണി കേട്ടോ. നാണയം വെച്ചിട്ടുണ്ട്, തേങ്ങ വെച്ചിട്ടുണ്ട്, ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. എൻ്റെ അമ്മയൊക്കെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്, അച്ഛനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ വന്നു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇന്ന് രാവിലെ സ്പെഷ്യൽ എന്ന് പറയുമ്പം എന്താ ഇഡ്ഡലി സാമ്പാറാണ്. അതായത് വിഷു ദിവസം രാവിലെ എന്തായാലും ഇഡ്ഡലി സാമ്പാറാണല്ലോ. ഇവിടെ ഞങ്ങളത് അങ്ങ് വെച്ചത്. അപ്പോൾ ഇനിയും ഉച്ചക്കത്തേക്ക് സദ്യയാണ് ഗൈസ്. അപ്പോൾ അമ്മ അത് റെഡിയാക്കുകയാണ്, അതിൻ്റെ തിരക്കിലാണ് അമ്മ. അതാണ് റോക്കിക്ക് നമ്മളിന്ന് സദ്യ കൊടുക്കുന്നുണ്ട്. ഉടുപ്പൊന്നും ഇടുന്നില്ല, അവൻ ഇടിയിപ്പിക്കത്തില്ല നമ്മൾ ഉടുപ്പ് കണ്ടു. അപ്പം അത് കടിക്കാനായിട്ട് അവൻ ശ്രമിക്കും, അതുകൊണ്ട് നമ്മളത് ഇട്ട് കൊടുക്കുന്നില്ല. അതിന് എന്താ സദ്യ ഉണ്ട്, അവിടെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്, അവിടെ ഒരു ഇല വെച്ച് അവന് കൊടുക്കും. അവൻ തിന്നുമോന്നൊന്നും അറിയത്തില്ല ഗൈസ്. ഇതെല്ലാം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അല്ലേ. ഞങ്ങൾക്ക് പിന്നെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ടി വി കാണുകയാണ്. അപ്പോൾ തനുവാണ് റിമോട്ടിൻ്റെ ആശാൻ എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അമ്മ അടുക്കളയിലൊക്കെ ജോലിയാണ് കേട്ടോ. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ അടുക്കളയിലെ പണികൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ് അടുക്കളയിലെ അമ്മ പണിയിലാണ്. പാചകമാണ് ഗൈസ്, പാചകം. ഇതൊക്കെ കട്ട് ചെയ്ത് സദ്യ ഉണ്ടാക്കുക. സദ്യയുടെ കുറച്ച് ഇതല്ലേ ഉള്ളൂ അമ്മേ. സാമ്പാർ, പരിപ്പ്, പപ്പടം, പുളിശ്ശേരി, കടുമാങ്ങ, പായസം ഏതാണ്? സേമിയ പായസമാണ് ഗൈസ്. ഇപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. അല്ലെങ്കിൽ നീ ഉച്ചയാകുമ്പോഴത്തേക്ക് എല്ലാം സെറ്റായിട്ട് ഞാൻ കാണിക്കാം ഗൈസ്. പിന്നെ ഞാൻ റോക്കി മോനെ കാണിക്കാം. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ കാണിക്കാം, റോക്കി മോനെ കാണിക്കാം കേട്ടോ ഗൈസ്. റോക്കി മോനെ രാവിലെ തന്നെ കുളിപ്പിച്ചായിരുന്നു. പൊട്ടൊക്കെ തൊട്ട് സെറ്റായി, സിന്ദൂരം തൊട്ട് ശുണ്ടരി മോനായി. രാവിലെ കൊടുത്ത ഇഡ്ഡലിയാണ് അവിടെ വെച്ചിട്ടുണ്ട്. ഇഡ്ഡലിയാണോ അതോ ദോശയാണോ? ഇഡ്ഡലിയും ദോശയുണ്ട് കേട്ടോ. നോക്കിയിരിക്കുകയാണ് ഇരിക്കുന്നത്.
ഞാൻ ചൊറിയും കേട്ടോ. അവനിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചൊറിയുന്നതൊക്കെ. അതുകൊണ്ട് അങ്ങ് ഇരുന്ന് തരും. ഇങ്ങനെ പൂട ഇട്ട് ഇങ്ങനെ വെച്ചേക്കുന്നത് ചൊറിയാൻ വേണ്ടിയിട്ടാണ്. റോക്കി ചക്കര റോക്കി ഉറക്കമാണ് കേട്ടോ. ഇവിടെ ഷീറ്റ് ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് അവന് ഉറക്കമാണ്. കണ്ടോ, നോക്കിയിരിക്കുന്നുണ്ട് കള്ളൻ നോക്കിയിരിക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ നല്ല വെയിലാണ് കണ്ടോ, ചുട്ടു പൊള്ളുന്ന വെയിലാണ്. കണ്ടിരിക്കുന്നത് കണ്ടോ. ഗന്നേ റോക്കി, ഗന്നേ വാ, ഗന്നേ ഡാ. കുസൃതിയാണ് ഗൈസ്. കൈ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ വരും, പക്ഷെ ഞാൻ കൈ ഇട്ട് കൊടുക്കാറില്ല. അവിടെ എന്താ ഭക്ഷണത്തിൻ്റെ മുമ്പിൻ്റെ ഇപ്പുറത്തിരിപ്പുണ്ട് അവൻ. എന്തുവാ ദോശ ഇഡ്ഡലി ഇപ്പുറത്തും ഇരിക്കുന്നു, അവൻ തന്നെ ഇപ്പുറത്തും ഇരിക്കുന്നു. വിശക്കുമ്പോൾ വന്ന് തിന്നിട്ട് അവിടെ പോയി തിന്നും, എന്നിട്ടാണ് വീണ്ടും എടുത്തോണ്ട് പോയി തിന്നും. ഇപ്പം അവന് മൂടില്ലാത്തതുകൊണ്ട് അവനിപ്പം തിന്നത്തില്ല. കണ്ടോ ഇരിക്കുന്ന കണ്ടോ, കള്ളനെ ഇവൻ കള്ളൻ കണ്ടോ ഇരിക്കുന്നേ. അപ്പം ഞാൻ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ ഗായ്സ് ഉച്ചയായിട്ടുണ്ട്, ഞങ്ങൾ ചോറുണ്ണാൻ വേണ്ടി പോവാണ്. സദ്യയാണ് ഗായ്സ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. എൻ്റെ മുഖത്ത് ക്ഷീണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങുകയായിരുന്നു. ഇച്ചിരി ക്ഷീണം ഉണ്ടായിരുന്നു ഗൈസ്. രാവിലെ എണീറ്റായിരുന്നു, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി നേരം കിടന്നൊന്ന് ഉറങ്ങി. അപ്പോൾ നമുക്ക് നേരെ സദ്യയിലേക്ക് പോവാം. ഗായ്സ് ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അച്ചാറ് ഗായ്സ്, നമ്മുടെ തനൂസ് വന്നിരിക്കുന്നു. അറിയോ തോരൻ വേണോ എന്തിനാ ഗൈസ്? അച്ഛൻ അമ്മ ഇപ്പം കഴിച്ചിട്ട് പോയി കേട്ടോ ഗൈസ്. ചെറിയൊരു സദ്യയാണ് പ്ലാൻ ചെയ്തത്. ചെറിയൊരു സദ്യ, വിഷുവായിട്ട് ചെറിയൊരു സദ്യ. സാമ്പാർ, അവിയല്, തോരൻ, പരിപ്പ്, പപ്പടം, പിന്നെ കടുമാങ്ങ, പായസം, പുളിശ്ശേരി, ഇത്രയും സാധനമേ ഉള്ളൂ. പിന്നെ ചെറിയൊരു വിഷു സദ്യ. ഗൈസ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തനു ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന ഇതിലാണ് ഇരിക്കുന്നത്. അച്ഛനും ഉറങ്ങി എണീറ്റിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കഴിച്ചിട്ട് കാണും. ഒരാൾ പായസം കുടിക്കുന്നുണ്ടോ? പഴം, പപ്പടം, കടുമാങ്ങ, സേമിയാണ് പായസം.
ഗായ്സ് ഞങ്ങളിപ്പം കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും റോക്കീസിനെ കഴിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് റോക്കീസ് അവിടെ കിടന്ന് നടക്കുകയാണ്. അപ്പോൾ റോക്കീസിന് സദ്യ കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് റോക്കിക്ക് സദ്യ കൊടുക്കാം. ഗായ്സ് റോക്കി സദ്യ തിന്നാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. റോക്കീസ് വേണ്ടി ഈ കട്ടിലയിലിരുന്നാണ് റോക്കീസ് ചോറുണ്ണുന്നത്. അച്ഛൻ അവൻ്റെ ഹെയർ ചീവുമായിരുന്നു. അപ്പം കൊള്ളാത്തൊരു ചീപ്പുണ്ട്, അത് കടിക്കാനായിട്ട് നടക്കുകയാണ്. കണ്ടോ റോക്കി 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 സിന്ദൂരമൊക്കെ തൊട്ട് നിൽക്കുക കേട്ടോ. റോക്കിമോനെ കണ്ടോ? ഞങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. റോക്കീന് പെട്ടെന്ന് എനിക്ക് തെറ്റിപ്പോകും ഗൈസ്, അതാണ്. ഇപ്പൊ റോക്കിന് ഇനിയും സദ്യ കഴിക്കാനായിട്ട് പോവാണ്. റോക്കിമോൻ ഇവിടെ നിൽക്കുകയാണ്. എന്താന്ന് വെച്ചാൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവനെല്ലാം കൂടെ താഴെ തള്ളിയിടും. അപ്പം അമ്മ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ് കറികള്. അപ്പോൾ അതുകൊണ്ട് റോക്കിമോൻ അവിടെ നിന്ന് നോക്കുകയാണ്. അതുകൊണ്ട് അകത്ത് കയറിപ്പോയി ഗൈസ്. നമ്മളിതൊക്കെയാണ് റോക്കിക്ക് കൊടുക്കുന്നത്. ഇതല്ല, ഇനി ഇച്ചിരിയും കൂടെ ഉണ്ട്. ഇനി അവന് അച്ചാറൊക്കെ കൊടുക്കാനൊക്കെ എനിക്ക് അറിയത്തില്ല. റോക്കിമോനെ സദ്യ തിന്നാൻ പോവാനോടാ? സദ്യ തിന്നാൻ പോവാനോ? പായസം കുറച്ച് കഴിഞ്ഞ് കൊടുത്താ പോരെ? അമ്മ പായസം അവൻ കഴിച്ചിട്ട് സദ്യ തിന്നാൻ വേണ്ടി പോവാണ്. അയ്യോടാ, എല്ലാം നശിപ്പിച്ച്. കണ്ടോ ഗൈസ്, ഇതാണ് പറഞ്ഞത്, ഇവന് ഇവിടെ ഇരുത്താനൊക്കത്തില്ല. ഒടിച്ചൊടിച്ചിട്ട് കൊടുക്കുന്നേ. അവിടെ ഇരുന്നോ. അച്ഛ അടുക്കളയുടെ കഥ അടാ. ഗൈസ് പപ്പടം ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് അത് മാത്രം തിന്നുന്നത്. ചോറും കൂടെ തിന്നു റോക്കി. ചെറിയ മഞ്ചത്തേല തിന്നുന്നു. കഥ അയച്ചു വിട്ടേക്കുക. അവന് വേണ്ട കണ്ടോ, അവന് വേണ്ട. താഴെ കിടക്കുന്ന പെറുക്കി തിന്നു കണ്ടോ. അത് തിന്നു അമ്മേ, അത് തിന്നു. തിന്നു. എന്താടാ നീ തിന്നാത്തത് റോക്കി? വേണ്ട. പോയി കിടക്കുന്നടാ റോക്കിമോൻ, എവിടെ പോയി കിടക്കുന്ന? ചോറ് വേണ്ടാന്ന് തനുസരിച്ച് നീങ്കടാ. എന്താ കാണിക്കുന്നുണ്ടോ ഗൈസ്? ഞാൻ മെത്തേ കിടന്ന് അത് അത്ര അവൻ കീറിയതാണ്. അയ്യോ നേരക്ക് ഇങ്ങനെ വന്നു. കഴിച്ചോ റോക്കിമോൻ കഴിക്ക്. പിടിക്കാതെ അവൻ കഴിക്കട്ടെ. എന്താ അമ്മച്ചി പായസം ഒഴിക്കാൻ വേണ്ടിട്ട് പോവാണേ. പായസം കുടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ചാൻസ് ഉണ്ട്. പായസം കുടിക്കും അമ്മ, പായസം കുടിക്കണമ്മേ. മധുരം ആയതുകൊണ്ടേ ചിലപ്പോ അത് കുടിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുണ്ടടാ. മുടി വെച്ചാ
അവന്റെ പായസം കുറച്ച് നേരം കൊണ്ട് പറയുന്ന അതിനെ വരവാന്ന് എന്താ പോയി കഴിയടി. ഞാൻ ചോറ് വേണ്ട അപ്പോൾ ഗായ്സ് റോക്കിക്ക് നമ്മൾ സദ്യയൊക്കെ കൊടുത്തു കഴിഞ്ഞു. നമ്മൾ അവനാണെങ്കിൽ ഇലയിൽ വെച്ച് തിന്നില്ല ചോറ്, അതുകൊണ്ട് നമുക്ക് അവൻ്റെ പാത്രത്തിലിട്ടാണ് ഞങ്ങൾ അവന് സദ്യ കൊടുത്തത് കേട്ടോ. ഹലോ ഹലോ. അപ്പോൾ ഗായ്സ് ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിഷു സ്പെഷ്യൽ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ നല്ല സദ്യയൊക്കെ കഴിച്ചു, പായസം കുടിച്ചു. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു എന്ന് പറയുന്നത്, ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലൊക്കെ ചെയ്തോ ഗൈസ്? സദ്യയൊക്കെ ഒരുക്കിയെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോഴത്തേനും ബൈ ബൈ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. അപ്പോഴത്തേനും ഒന്നും കൂടെ ബൈ.